PM-ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ വിവാദമാണ് ഇവിടെ ഉടലെടുത്തത്. LDFിലെ ഘടകകക്ഷിയായ CPI കടുത്ത നിലപാട് സ്വീകരിച്ചതോടെ LDF സർക്കാരിന് വലിയ ആശങ്കയായി. വലിയ ചർച്ചകൾ നടന്നു. എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമായി CPI മുന്നോട്ടു പോവുകയായിരുന്നു. ഒടുവിൽ ഇപ്പോൾ മുഖ്യമന്ത്രി തന്നെ ചില കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുകയാണ്. PM-ശ്രീ പദ്ധതി നടപ്പാക്കുന്നതിൽ പുനഃപരിശോധിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ അറിയിച്ചിരിക്കുകയാണ്. വിഷയം പരിശോധിക്കാൻ 7-അംഗ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചു എന്നും മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ്. അതുവരെ പദ്ധതിയുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ മരവിപ്പിക്കാനും മന്ത്രിസഭാ യോഗം തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിക്കുകയായിരുന്നു. ഇത് സംബന്ധിച്ച് കേന്ദ്രത്തിന് കത്തയക്കുമെന്നും മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. PM-ശ്രീ പദ്ധതി പരിശോധിക്കുന്നതിനായി നിയോഗിച്ചിരിക്കുന്ന മന്ത്രിസഭാ ഉപസമിതിയുടെ അധ്യക്ഷൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ്. CPIയുടെ 2 മന്ത്രിമാർ ഉപസമിതിയിലുണ്ട്. വിദ്യാഭ്യാസ മന്ത്രിക്ക് പുറമെ മന്ത്രിമാരായ കെ രാജൻ, പി രാജീവ്, റോഷി അഗസ്റ്റിൻ, പി പ്രസാദ്, കെ കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ എന്നിവരാണ് മന്ത്രിസഭാ ഉപസമിതി അംഗങ്ങൾ. CPIയുടെയും CPIMന്റെയും 2 മന്ത്രിമാർ ഉപസമിതിയിൽ ഇടം നേടിയിട്ടുണ്ട്. SIR നടപ്പിലാക്കാനുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനം ജനാധിപത്യ പ്രക്രിയയ്ക്ക് വെല്ലുവിളിയാണ് എന്നും കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. SIR നടപ്പിലാക്കാനുള്ള തീരുമാനത്തിൽ ഒട്ടേറെ ആശങ്കകൾ ഉയർന്നു വന്നിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ നവംബർ 5-ന് സർവകക്ഷി യോഗം ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്. SIR തിടുക്കപ്പെട്ട് നടപ്പിലാക്കുന്നതിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പിന്മാറണമെന്ന നിയമസഭ ഐക്യകണ്ഠേന ആവശ്യപ്പെട്ടിരുന്നുവെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. രാഷ്ട്രീയ പാർട്ടികളുടെ ആവശ്യം പൂർണ്ണമായി അവഗണിച്ചു എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. എന്തായാലും PM-ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇപ്പോൾ പുനഃപരിശോധനയ്ക്ക് വേണ്ടി ഒരു 7-അംഗ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചു എന്ന വാർത്ത പുറത്തേക്ക് വരികയാണ്. PM-ശ്രീയിൽ CPIയും CPIMും തമ്മിൽ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ നടക്കുന്നതിനിടെയാണ് നിർണായകമായിട്ടുള്ള ഒരു ഇടപെടൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്.